ഹലോ ഗൈസ്, വെൽക്കം ടു പുതിയ വീഡിയോ. നമുക്കിന്ന് അൽ ഗുബൈബ വരെ പോയിട്ട് വരാം കേട്ടോ. ഞാനും മക്കളും കൂടി ഈവനിങ് ടൈം ആകുമ്പോഴത്തേക്കും നൈഫിൽ നിന്ന് 2 സ്റ്റോപ്പ് അകലെയുള്ള അൽ ഗുബൈബയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരാൻ വേണ്ടിയിട്ട് X13 ബസ്സാണ് കേട്ടോ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ ഇവിടെ വന്നിട്ട് വലിയൊരു ബസ് സ്റ്റേഷനും അതുപോലെ തന്നെ മെട്രോ സ്റ്റേഷനൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ ഭയങ്കര തിരക്കായിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ബസ് സ്റ്റേഷൻ്റെ അകത്താണുള്ളത്. അപ്പോൾ പുറത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് ആൾക്കാർ ജോലി കഴിഞ്ഞിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ബസ് സ്റ്റേഷനും മെട്രോ സ്റ്റേഷനൊക്കെ അടുത്തുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ ഒരുപാട് ആൾക്കാർ സ്റ്റേ ചെയ്യുന്നുണ്ട്. മെട്രോ സ്റ്റേഷന് മാത്രമല്ല, ഇവിടെ ഒരു സിറ്റി സെൻറ്റർ മാളുണ്ട്. അതുകൂടാണ്ട് തന്നെ നമ്മൾ മെട്രോ സ്റ്റേഷൻ്റെ അടുത്തായിട്ട് തന്നെ വലിയൊരു പാർക്കും കൂടിയുണ്ട്. അപ്പം നമ്മളിപ്പോൾ അങ്ങോട്ടേക്കാണ് കേട്ടോ പോകുന്നുള്ളത്. അപ്പോൾ ആ ഒരു പാർക്കിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ദുബായിൽ വന്നിട്ട് ഒരു 10 ഡേയ്സ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളൊരു ഈവനിങ് ടൈം ആകുമ്പോഴത്തേക്കും ഇങ്ങനെ വെറുതെ പുറത്തിറങ്ങുന്നതാണ്. നമുക്കിപ്പോൾ ദുബായിലാണെങ്കിൽ ഏതൊരു സമയത്തും പുറത്തിറങ്ങി നടക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ബസ് കാർഡ് റീചാർജ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാവുന്ന, ഞാൻ മുമ്പും ദുബായിൽ വന്നിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ഏകദേശം സ്ഥലങ്ങളൊക്കെ കുറച്ച് അറിയാൻ പറ്റും. അപ്പോൾ ഇക്കാക്കാണെങ്കിൽ എന്തായാലും ജോലിക്ക് പോയേ പറ്റും. അപ്പോൾ നമ്മളെ എല്ലാ ദിവസവും ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഞാനും മക്കളും കൂടി ഇങ്ങനെ ഓരോ അടുത്തുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ പോകലാണ് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ പോയ സ്ഥലങ്ങൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നതാണ്. ഇപ്പോൾ ഭാവിയിൽ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പം നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ വന്നു. ഇതാണ് കേട്ടോ മെട്രോ സ്റ്റേഷൻ വന്നിട്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു വലിയ പാർക്ക് വരുന്നുള്ളത്. ഇവിടെ ആണെങ്കിൽ ഒരുപാട് ആൾക്കാർ ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ സംസാരിച്ചിരിക്കുന്നുണ്ട്, മക്കൾ കളിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഫുഡ് കൊണ്ടുവന്നിട്ട് കഴിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു പാർക്ക് വലിയൊരു പാർക്കാണ്. ഇവിടെ ഒരു വലിയൊരു പുഴയും കൂടി ഉണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ദുബായിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏതൊരു ടൈമിന് വേണമെന്നുണ്ടെങ്കിലും പുറത്തിറങ്ങി നടക്കാം കേട്ടോ. രാത്രിയിൽ ഇപ്പോൾ 1 മണിക്കാണെങ്കിലും 2 മണിക്കാണെങ്കിലും 3 മണിക്കാണെങ്കിലും ഒക്കെ വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് ദുബായിലൂടെ നടക്കാൻ പറ്റും. ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ ആ ടൈമിൽ. എന്നാൽ കൂടി ഒരു തുറച്ച് നോക്കലോ അല്ല നമുക്കൊരു പേടിയായിട്ടോ ഒന്നും നടക്കേണ്ട ആവശ്യമില്ല. വളരെ കംഫർട്ടബിളായിട്ട് നടക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ദുബായ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ പാർക്ക് വന്നിട്ട്. അപ്പോൾ ഇവിടെ വലിയൊരു പുഴയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ലൈറ്റിങ്സൊക്കെ ഉള്ള ഒരു ബോട്ടൊക്കെ ഉണ്ട് പോകുന്നുള്ള. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് കേട്ടോ. പിന്നെ ഒരു ഹെറിറ്റേജ് ഹോം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് നാട്ടിലൊക്കെ പോവുകയാണെങ്കിൽ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള നല്ല നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഹോട്ടൽസ് എല്ലാ കാര്യങ്ങളും ഈ ഒരു പാർക്കിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ നമുക്ക് പിള്ളേരുമായിട്ട് വന്നിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പാർക്കും കൂടിയാണ്. അപ്പോൾ ഞാനും മക്കളും കൂടി ആ ഹെറിറ്റേജ് ഹോമിൻ്റെ അകത്തേക്ക് കയറിയിട്ട് അവിടെയുള്ള കുറച്ച് കളക്ഷൻസും കൂടി കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ അവിടെ പുതിയതായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ 50% ഓഫേഴ്സ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ പോകുകയാണെങ്കിൽ ഗിഫ്റ്റ് എടുക്കാനായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന നല്ല നല്ല കളക്ഷൻസ് അവർ നല്ല രീതിയിലാണ് കേട്ടോ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാനും മക്കളും അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി അങ്ങനെയൊക്കെ നോക്കി നടന്ന് പിന്നെ നമ്മൾ മാളിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. മാളിൽ കാരിഫോറിലൊക്കെ ഓഫേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഓഫേഴ്സൊക്കെ നോക്കി നമ്മൾ കുറച്ച് ചോക്ലേറ്റ് കാര്യങ്ങളൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ടാകുമ്പോഴത്തേക്കും ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പതിയെ ഒരു 2-3 മണിയൊക്കെ ആയിട്ടുണ്ടാകും റൂമിലെത്തുമ്പോഴത്തേക്കും. അപ്പോൾ ഈ ഒരു നമ്മളിപ്പോൾ ദുബായിൽ വരികയാണെങ്കിൽ നമുക്ക് രാത്രി ലൈഫാണ് കേട്ടോ. ഇപ്പോൾ ഇക്കാണെങ്കിൽ 12 മണിക്കൊക്കെയാണ് ഡ്യൂട്ടി കഴിയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷമായിരിക്കും നമ്മളിങ്ങനെ പുറത്തൊക്കെ നടക്കാൻ പോവുക. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ ഇന്ന് എത്രയുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.